കമ്മീഷനുകളുടെ ഒക്കെ കാലാവധി, കമ്മീഷനുകൾ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള സമയമെടുക്കൽ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ പല കാലങ്ങളായി കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു 3 മാസത്തെ സമയമാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന വാർത്ത എന്നുള്ളത് ഈ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനാണ്. ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ വഖഫ് ബോർഡിനോടും അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിനോടും അവരുടെ കയ്യിലുള്ള രേഖകളും അവർക്ക് പറയാനുള്ള കാര്യം നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ വേഗത്തിൽ പോവുകയാണെങ്കിൽ നല്ല കാര്യം. എന്തായാലും മുനമ്പത്തെ ജനങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ സാധിക്കില്ല. ഇവിടുത്തെ പ്രതിപക്ഷവും അങ്ങനെ ഒരു നിലപാടെടുക്കുന്നില്ല. അപ്പുറത്ത് ഭീതി ജനിപ്പിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഭിന്നിപ്പ് മാറ്റി UDF ഇക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക്, ഒരുമിച്ചുള്ള പ്രതികരണത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇത് ആരുടെ ഭൂമി എന്നുള്ള ചർച്ചകളിലേക്ക്, അല്ലെങ്കിൽ വഖഫ് ഭൂമി എന്ന് ആവർത്തിച്ച് പറയുന്നത് അവിടുത്തെ ആളുകളെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ലീഗിൽ ഈ പരസ്യ പ്രതികരണം നടത്തിയ KM ഷാജി ആയാലും ET മുഹമ്മദ് ബഷീർ ആയാലും ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം എന്നൊക്കെ അവിടെ കേന്ദ്രത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ വിഷയം ഇവിടെ ഈ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് BJPക്ക് കൂടുതൽ ഇവിടെ സ്വീകാര്യത കിട്ടാനും, അല്ലെങ്കിൽ BJP ഈ രൂപത്തിൽ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് സർക്കാരും ആ നിലയ്ക്ക് ആലോചിക്കണം. തെരഞ്ഞെടുപ്പിൽ നേരത്തെ UDFനൊപ്പം നിന്നിരുന്ന വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്താൻ ഇത് സഹായിക്കും എന്ന രൂപത്തിൽ മുനമ്പത്തെ കാണുന്നുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് സർക്കാരും തിരിച്ചറിയേണ്ടതുണ്ട്.